ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും ശ്രമം തുടരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് ആനയുടെ സിഗ്നൽ രാവിലെ മുതൽ തന്നെ 5:30 മുതൽ തന്നെ ലഭിച്ചിരുന്നു. അതിനെ പിന്തുടർന്ന ദൗത്യസംഘവും 5:45 വനത്തിനകത്തേക്ക് കയറി. ഈ സമയം വരെയും ദൗത്യസംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ ഇടതൂർന്ന കാടുകൾ, അടിക്കാടുകളാണ് വെല്ലുവിളിയാകുന്നത്. ഈ ദൗത്യസംഘത്തിൻ്റെയോ അല്ലെങ്കിൽ കുങ്കിയാനകളുടെയോ സാന്നിധ്യം മനസ്സിലാകുമ്പോഴേക്ക് ആന ഈ കുറ്റിക്കാടുകളിലേക്ക് മറയുന്നു. കുറ്റിക്കാടുകൾ എന്ന് പറയുമ്പോൾ വലിയ ഉയരമുള്ള, ആനയോളം തന്നെ ഉയരമുള്ള അടിക്കാടുകളാണ്. അതിനകത്തേക്ക് മറയുന്നതാണ് ദൗത്യസംഘത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ഒരിടത്ത് വെച്ച് പോലും ആനയെ നേരിട്ട് മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കുങ്കിയാനകളെ ഇറക്കി ആനയെ മറ്റൊരിടത്തേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുമ്പോഴും ആന ഇത്തരം ഈ കാടുള്ള പ്രദേശത്ത് മറഞ്ഞു നിൽക്കുന്നു എന്നാണ് ദൗത്യസംഘം പറയുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ചപ്പോൾ ഇന്ന് ആനയെ കണ്ടിരുന്നു. പക്ഷേ അവിടെയും ഈ ദൗത്യസംഘത്തിന് എത്തിപ്പെട്ട മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നില്ല. ഡ്രോൺ നിരീക്ഷണത്തിൽ കാണുമ്പോൾ ഈ മോഴയ്ക്കൊപ്പം മറ്റൊരു ആന കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും വനം വകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ദൗത്യം തുടരുകയാണ്. 7 മണിക്കുള്ളിൽ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നാളെ പുലർച്ചെ ദൗത്യസംഘം കാട്ടിൽ കയറും. കമൽ, ഈ ദൗത്യം ഇങ്ങനെ നീളുന്നതിൽ ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ അവിടെ നടക്കുന്നുണ്ടോ ഇപ്പോഴും? സന്ധ്യ, ഇന്ന് കാട്ടിക്കുളത്ത് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിലും ആളുകൾ പറഞ്ഞത് ഈ ഭയത്തെക്കുറിച്ചാണ്. ആന ഇങ്ങനെ ഇവിടെ തന്നെ തുടരുമ്പോൾ ഏത് നിമിഷവും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്ന ആളുകൾ ഭയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസവും രാത്രികാലത്ത് വനംവകുപ്പ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു. ഇന്നും അത് തുടരും. എന്താണെങ്കിലും ആളുകളുടെ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വനംവകുപ്പ് വിശദീകരിക്കുന്നത് ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ്. എന്തായാലും ഇന്ന് നടന്നില്ലെങ്കിൽ അടുത്ത ദിവസം പൂർവാധികം ശക്തമായി ദൗത്യം തുടരുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്.